ലക്കി ഭാസ്കർ എന്ന സൂപ്പർ ഹിറ്റ് സിനിമയ്ക്ക് ശേഷം നമ്മുടെ വെങ്കി അദ്ലൂരി സംവിധാനം ചെയ്ത ഏറ്റവും പുതിയ സിനിമയാണ് വിശ്വനാഥ് ആൻഡ് സൺസ്. സിനിമ കണ്ടിട്ട് ഇറങ്ങിയതേ ഉള്ളൂ. ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് ഈ സിനിമ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇതൊരു ഫാമിലി ഡ്രാമ, ഇമോഷണൽ, റൊമാൻറ്റിക്, ഫീൽ ഗുഡ് മൂവി. ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു സിനിമ. അതിനകത്ത് നമ്മുടെ സൂര്യയാണ് കേന്ദ്ര കഥാപാത്രമായിട്ട് എത്തുന്നത്. കറുപ്പെന്ന സിനിമയ്ക്ക് ശേഷം വളരെ വ്യത്യസ്തമായിട്ടുള്ള റോളിലാണ് സൂര്യ എത്തുന്നത്. സൂര്യയുടെ സാധാരണ സിനിമകൾ കാണുമ്പോഴത്തേക്ക്, അല്ലെങ്കിൽ സിനിമ കാണാൻ പ്രേക്ഷകർ തിയേറ്ററിലേക്ക് എത്തുന്നത് പുള്ളിയുടെ ആക്ഷൻ സിനിമകൾ കാണാൻ വേണ്ടി അല്ലേ. പക്ഷെ ഇത് അതിൽ നിന്നൊക്കെ ടോട്ടലി ഡിഫറെൻ്റ് ആയിട്ടുള്ള, വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു കഥ പറഞ്ഞിട്ടുള്ളൊരു സിനിമ നൈസായിട്ട് സൂര്യ പെർഫോം ചെയ്തിട്ടുണ്ട്. പിന്നെ എടുത്തു പറയേണ്ടത് നമ്മുടെ മലയാളികളുടെ പ്രിയപ്പെട്ട പുത്രി മമിത ബൈജു. ഒന്നും പറയാനില്ല കേട്ടാ, ലെവൽ പെർഫോമൻസ്, വേറെ ലെവൽ. എനിക്കൊന്ന് സൂര്യയെക്കാളും എന്താ പറയുക, കുറച്ചുകൂടെ ഹൈ പെർഫോമൻസ് കാഴ്ചവെച്ചിരിക്കുന്നത് ഇതിനകത്ത് മമിത തന്നെയാണ്. നമ്മുടെ രാധിക ശരത് കുമാർ, അതുപോലെ തന്നെ രവീണ ടണ്ടൻ. കുറേ നാൾക്ക് ശേഷമാണ് രവീണ ടണ്ടൻ ഒരു സിനിമയിലെത്തുന്നത്. രാധിക ഇതിനകത്ത് നമ്മുടെ സൂര്യയുടെ അമ്മയായിട്ടാണ് അഭിനയിക്കുന്നത്. ഒരു റിച്ച് ഫാമിലിയിൽ നടക്കുന്ന ഒരു സബ്ജക്റ്റാണിത്. പക്ഷെ അത് നല്ല രീതിയിൽ ആദ്യം തൊട്ട് അവസാനം വരെയും നമ്മളെ ഇങ്ങനെ പ്രേക്ഷകരെ ഇങ്ങനെ എൻഗേജ് ചെയ്യിപ്പിച്ച് ഇങ്ങനെ കൊണ്ടുപോകുന്നുണ്ട്. ബോറടിയോ ലാഗോ ഒന്നും ഫീൽ ചെയ്യുന്നില്ല. നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ എടുത്തു പറയേണ്ടത് നമ്മുടെ GV പ്രകാശിൻ്റെ മ്യൂസിക്കാണ്. ഗംഭീര ബാക്ക്ഗ്രൗണ്ട് സ്കോറും മ്യൂസിക്കും. പിന്നെ നിമിഷ് രവി സിനിമോട്ടോഗ്രാഫി ചെയ്തിരിക്കുന്നത്. വിഷ്വലിയൊക്കെ സിനിമ ഗംഭീരമായിട്ടുണ്ട്. ക്വാളിറ്റി, ഹൈ ക്വാളിറ്റി തന്നെയാണ് സിനിമ ചെയ്തിരിക്കുന്നത്. സാധാരണ നമ്മൾ സൂര്യയുടെ ആക്ഷൻ സിനിമ കാണുന്ന ആ ഒരു മൂഡിലിരുന്ന് ഈ ഒരു സിനിമ കാണരുത്. ഇതൊരു പക്ക ഫീൽ ഗുഡ് ഫാമിലി ഇമോഷണൽ ഡ്രാമ റൊമാൻറ്റിക് സിനിമ. ഇമോഷണൽ രംഗങ്ങളൊക്കെ വേറെ ലെവൽ കേട്ടോ. നമ്മുടെ മനസ്സിനെ ഒന്ന് പിടിച്ചിരുത്തും. ചില സീനിലൊക്കെ നമ്മുടെ കണ്ണിങ്ങനെ നനയുന്ന ചില പെർഫോമൻസ് ആണ് നമ്മുടെ സൂര്യ ഇതിനകത്ത് ചെയ്തിരിക്കുന്നത്. മമിതയുടെ പെർഫോമൻസ് ആണ് ഇതിനകത്ത് എടുത്തു പറയേണ്ടത്. പുള്ളിക്കാരി വേറെ ലെവലിൽ ചെയ്തു വെച്ചിട്ടുണ്ട്. റേഞ്ച് പെർഫോമൻസ് കേട്ടാ, ഒന്നും പറയാനില്ല. ആ ക്യാരക്ടർ എനിക്ക് തോന്നുന്നു ഇത് മമിത തന്നെ ചെയ്യണം. വേറൊരാൾ ചെയ്താൽ അത് ശരിയാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. വേറെ ഏത് ആർട്ടിസ്റ്റ് ചെയ്താലും ശരിയാവുന്ന, അത്രയും കൂളായിട്ടാണ് പുള്ളിക്കാരി അത് ചെയ്തു വെച്ചിരിക്കുന്നത്. നമ്മുടെ രാധികയും മമിതയും അതുപോലെ സൂര്യയും തമ്മിലുള്ളൊരു കോമ്പിനേഷൻ സീനുണ്ട് അതിനകത്ത് ആ കോമഡി ഉണ്ടല്ലോ, കിടിലൻ കോമഡി. സാധാരണ നമ്മൾ തമിഴ് സിനിമയൊക്കെ കണ്ടിട്ട് കോമഡിയൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അരോചകം തോന്നും. പക്ഷെ ഇത് നമ്മൾ തിയേറ്ററിൽ നിന്ന് പൊട്ടിച്ചിരിച്ച് ചിരിക്കുന്ന കൂടെ തന്നെ നമ്മുടെ മനസ്സിനെ, നമ്മുടെ കണ്ണ് നനയിപ്പിക്കുന്ന രംഗങ്ങളും ഈ സിനിമയ്ക്കകത്തുണ്ട്. രവീണ ടണ്ടൻ ഇതിനകത്ത് നമ്മുടെ സൂര്യയുടെ അച്ഛൻ്റെ രണ്ടാമത്തെ വൈഫായിട്ടാണ് ഇതിനകത്ത് അഭിനയിക്കുന്നത്. പിന്നെ നാസർ ഈ സിനിമയ്ക്കകത്തൊരു നല്ലൊരു സീൻ ചെയ്തിട്ടുണ്ട്. പുള്ളിയും അത്യാവശ്യം വന്ന് നൈസായിട്ട് നമ്മളെ ചിരിപ്പിച്ച് പോകുന്നുണ്ട്. മൊത്തത്തിൽ ഈ ഒരു സിനിമ ഈ അടുത്ത കാലത്ത് ഞാൻ കണ്ട തമിഴ് സിനിമ നോക്കുകയാണെങ്കിൽ വൺ ഓഫ് ദ ബെസ്റ്റ് മൂവി എന്ന് പറയാം. ആദ്യം തൊട്ട് അവസാനം വരെ നമ്മളെ ഇങ്ങനെ ആ കഥയുമായിട്ട് ഇങ്ങനെ കൊണ്ടുവന്ന് അവസാനത്തെ ക്ലൈമാക്സ് പോർഷനൊക്കെ നൈസായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. സൂര്യ മമിത കോംബോ പൊള്ളിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഒരു ഏജ് ഡിഫറൻസ് ഒന്നും നമുക്ക് ഇതിനകത്ത് ഫീൽ ചെയ്യുന്നില്ല എന്നുള്ളതാണ്. പൊള്ളിച്ച് കേട്ടാ, വേറെ ലെവൽ കേട്ടാ. അത് അവർ രണ്ടുപേരും അവരുടെ സീനൊക്കെ നല്ല രീതിയിൽ തന്നെ പെർഫോം ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് ഹാഫ് സെക്കൻഡ് ഹാഫ് ഒക്കെ നല്ല രീതിയിൽ കൊണ്ടുവന്നു. എനിക്കൊന്ന് ഫസ്റ്റ് ഹാഫിനെക്കാട്ടി കുറച്ചുകൂടെ എനിക്ക് കണക്ട് ആയത് സെക്കൻഡ് ഹാഫാണ്. നൈസ് പെർഫോമൻസ് നമ്മുടെ രാധികയുടെ കേട്ടോ, അടിപൊളിയായിട്ട് പുള്ളിക്കാരി ചെയ്തിട്ടുണ്ട്. രവീണ ടണ്ടൻ ആണെങ്കിലും നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിനകത്ത് വരുന്ന മറ്റുള്ള ആർട്ടിസ്റ്റുകളൊക്കെ ആണെങ്കിലും എല്ലാവരും മൊത്തത്തിൽ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട, ഈ അടുത്ത കാലത്ത് ഞാൻ കണ്ടതിൽ ഏറ്റവും നല്ല ഒരു തമിഴ് സിനിമ എന്ന് വേണമെങ്കിൽ പറയാം. നമ്മുടെ മലയാള ഓഡിയൻസിന് തിയേറ്ററിൽ വന്ന് ഫാമിലിയായിട്ട് വന്ന് കണ്ട് എൻജോയ് ചെയ്ത് പോകാൻ പറ്റുന്ന ഒരു അടിപൊളി കുടുംബ ചിത്രമായിട്ടാണ് എനിക്ക് ഈ സിനിമ കണ്ടപ്പോൾ തോന്നിയത്. എന്താണെങ്കിലും തിയേറ്ററിൽ തന്നെ വന്ന് സിനിമ കാണുക. മമിത ബൈജു പൊള്ളിച്ചിട്ടുണ്ട് കേട്ടാ. പുള്ളിക്കാരി ഇനി നമ്മളെ മലയാളത്തിലേക്ക് നോക്കണ്ട, കാരണം പുള്ളിക്കാരി തമിഴ് സിനിമ ഓഡിയൻസിന്റെ ഹൃദയം കീഴടക്കി ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം വിജയുടെ സിനിമ കഴിഞ്ഞു, അതിനുശേഷം വീണ്ടും മമിത സൂര്യയായിട്ട് വന്ന് പ്രേക്ഷകരുടെ മനം കവർന്നിരിക്കുകയാണ്. കാരണം സൂര്യയുടെ സിനിമ സാധാരണ തിയേറ്ററിൽ കാണാൻ വരുന്നത് ആക്ഷൻ സിനിമ കാണാൻ വേണ്ടിയായിരിക്കും വരുന്നത്. പക്ഷെ ആ ഒരു രീതിയിൽ നിങ്ങൾ ഈ സിനിമ കാണാനായിട്ട് വരരുത്. എന്നാൽ ആക്ഷനുണ്ട്, 2 ഫൈറ്റുണ്ട് ഈ സിനിമയ്ക്കകത്ത്. ഫൈറ്റൊക്കെ നൈസായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. നല്ല ഒരു പക്ക ഫാമിലി എൻ്റർടൈൻമെൻറ്റ് സിനിമ. അപ്പോൾ മിസ് ചെയ്യേണ്ട, തിയേറ്ററിൽ തന്നെ വന്ന് കണ്ട് എക്സ്പീരിയൻസ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. അടുത്തൊരു സിനിമ വിശേഷമായിട്ട് നമുക്ക് വീണ്ടും കാണാം.